നല്ല ഭംഗിയുള്ളൊരു പ്ലോട്ടാണിത്. വലിയൊരു മുറ്റം വീടിന് ലഭിക്കുന്നു എന്നുള്ളത് വീടിൻ്റെ ഭംഗി കുറച്ചുകൂടെ കൂട്ടുന്നുണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ 3 ബെഡ്റൂമുകളും ഗ്രൗണ്ട് ഫ്ലോറിലാണ്, ഒരു ബെഡ്റൂം അപ്സ്റ്റെയറിൽ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടാണ് കോമൺ ഏരിയാസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീട്ടിൽ എത്ര ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാലും വീട്ടിലൊരു കൺജഷൻ ഫീൽ ചെയ്യാത്ത രീതിയിൽ ഈ വീട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് ഏരിയ വീടിന് പുറത്തൊരു സെപ്പറേറ്റ് സ്പേസിൽ നൽകുന്ന രീതിയുണ്ട്. ആ രീതിയിലാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയ. ഇവിടെ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. അതിൽ അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് വരുന്നു. അടുക്കളയോട് ചേർന്നിട്ട് നമുക്ക് ഒരു കുളിക്കാനുള്ളൊരു ഏരിയ ഉണ്ടാവും. ഡയറക്റ്റ് കിണറ്റിന്ന് കോരി കുളിക്കുന്ന ഒരു സെറ്റപ്പ്, അത് കുറച്ചുകൂടെ ഒരു മോഡേൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുകയാണ് ഈ വീട്. കോൺക്രീറ്റിലാണ് ഈ സ്റ്റെയർ കേസ് പണിതിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന സീലിങ്ങും അതിനോട് ചേർന്നിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റൊക്കെ നല്ലൊരു ആംബിയൻസ് ഈ ഒരു ഇന്റീരിയറിന് നൽകുന്നുണ്ട്. വീടും പരിസരമൊക്കെ കണ്ടാൽ മനസ്സിലാവും മരങ്ങളും ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ ഒരുവിധം എല്ലാ ഫ്രൂട്ടുകളും വീടിന് ചുറ്റും ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അടുക്കളത്തോട്ടം. അതില് അടുക്കളത്തോട്ടത്തിലെ മുന്തിരി താത്ത വിളിക്കുക. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള വീടാണ്. ഈ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ 3 ബെഡ്റൂമുകളും ഗ്രൗണ്ട് ഫ്ലോറിലാണ്, ഒരു ബെഡ്റൂം അപ്സ്റ്റെയറിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ എലിവേഷൻ കാണുന്ന സമയത്ത് ഒരു പക്ക കണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന, നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ്, അതിലും ഗംഭീരമായിട്ടുള്ള ഇൻറ്റീരിയർ. അങ്ങനെ വീടിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കാണാൻ ഒരുപാടുള്ള വീഡിയോ ആണിത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയിൽ നടുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലോട്ടാണിത്. വലിയൊരു മുറ്റം വീടിന് ലഭിക്കുന്നു എന്നുള്ളത് വീടിൻ്റെ ഭംഗി കുറച്ചുകൂടെ കൂട്ടുന്നുണ്ട്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. സാധാരണ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഓരോ കല്ല് ഇടവിട്ട് കൊടുക്കും. ഇവിടെ 4 കല്ലുകൾ വിട്ടിട്ടാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ സ്ട്രിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാസീവായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഈ വീടിന് ലഭിക്കുന്നുണ്ട്. ഈ കാണുന്നത് മുറ്റത്തുള്ള കിണറാണ് കേട്ടോ. കിണറിന് ചുറ്റും ഇതേപോലെ ഒരു പ്ലാന്റർ ബോക്സ് പോലെ ചെയ്തിട്ട് അത് പ്ലാസ്റ്റർ ചെയ്ത് ആ ഭാഗത്ത് നിറയെ ചെടികൾ നട്ടിരിക്കുന്നു. കളർഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് വീടിൻ്റെ ലാൻഡ്സ്കേപ്പിന് നൽകാൻ വേണ്ടിയിട്ട് ഈ കിണർ സഹായിക്കുന്നുണ്ട്. ഇവിടെ ഗ്രാനൈറ്റ് വെച്ചിട്ടൊരു സീറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുറ്റത്തൊക്കെ വൈകിട്ട് വെയിലൊക്കെ കുറവുള്ള സമയത്ത് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലം മുറ്റത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീടിൻ്റെ കാർ പോർച്ച് വരുന്നത് ഈ ഭാഗത്താണ്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാർ പോർച്ചാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു കണ്ടംപററി സ്റ്റൈലാണ് എലവേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള സ്ലോപ്ഡ് റൂഫുകൾ മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സെറാമിക് റൂഫ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലൊരു ഷോവാൾ നൽകിയിട്ടുണ്ട്. ടെറാക്കോട്ട ഫിനിഷ് ലഭിക്കാൻ വേണ്ടിയിട്ട് ക്ലാഡിംഗ് ബ്രിക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ സൈസുള്ള ബ്രിക്കാണ്. നല്ലൊരു മാറ്റ് ടെക്സ്ചർ ഫിനിഷാണ് ഇത് വരുന്നത്. നല്ല ഭംഗിയിൽ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വീടിൻ്റെ എല്ലാ ഭാഗത്തും ഈവൻ കോമ്പൗണ്ട് വാളിലടക്കം നമുക്ക് ഇതേപോലെയുള്ള പ്ലാന്റുകൾ കാണാൻ സാധിക്കും. വീടിന് ചുറ്റും ഇത്തരത്തിലുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് നിന്നുള്ള ഹണികോംബ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന ടീമാണ് ഈ വീട്ടിലെ ഡിസൈൻ വർക്കുകളും ഇൻറ്റീരിയർ വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ സൈഡ് ഒന്ന് കാണാം. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് ഇതേപോലെ ഒരു ഗ്ലാസ് റൂഫിങ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ റൂഫ് നൽകിയത് കൊണ്ട് തന്നെ സിറ്റ് ഔട്ടിലേക്ക് വെയിൽ അല്ലെങ്കിൽ മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ നമ്മുടെ സ്റ്റെപ്പുകൾ, സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്ന മാർബിൾ ഫെയ്ഡ് ആവാത്ത രീതിയിൽ വെയിലിൽ നിന്ന് സംരക്ഷിക്കാനൊക്കെ ഈ ഒരു റൂഫ് സഹായിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. 3 പേർക്ക് ഇരിക്കാനുള്ള ചെയർ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിംഗ് ചെയർ, ഊഞ്ഞാൽ നൽകിയിട്ടുണ്ട്. അധിക വീട്ടിലും ഇപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഊഞ്ഞാൽ കാണാൻ സാധിക്കും. നല്ല രസമുള്ളൊരു സംഗതിയാണ് ഇതിനകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ ആടുക എന്ന് പറയുന്നത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയിൽ സിറ്റ് ഔട്ടിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. വെനീറിൽ ഗ്രൂ ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഭാഗമാണ് വീടിനകത്തേക്ക് കയറുന്ന ഭാഗം. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്താണ് എൻട്രൻസ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഗ്രൂ വർക്കാണ് ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നത്. ഡബിൾ ഡോറാണ്, 2 ഹാൻഡിൽസും നൽകിയിട്ടുണ്ട്. വീട്ടിലേക്ക് കയറാം. അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ഇവിടെ ഇൻറ്റീരിയർ മുഴുവൻ ചെയ്തിരിക്കുന്നത് ഹണികോംബ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന ടീമാണ്. വീഡിയോയുടെ തുടക്കത്തിലേ നമ്മൾ പറഞ്ഞിരുന്നു. വീടിൻ്റെ പ്ലാനിങ്, ഡിസൈനിങ്, ഇൻറ്റീരിയർ വർക്ക്, സൂപ്പർവിഷന്, കൺസൾട്ടൻസി തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, വീടിൻ്റെ ഹൗസ് വാമിംഗ് വരെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരിക്കുന്നത് ഹണികോംബ് ആർക്കിടെക്ട്സ് ആണ്. അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ടാവും. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ വീട് കണ്ടതിന് ശേഷം അവരുടെ സർവീസുകളെ കുറിച്ച്
കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. വീടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ ഒരു ഫോയർ സ്പേസിലേക്കാണ് നമ്മൾക്ക് ആദ്യം കടന്നു വരാൻ സാധിക്കുക. നേരെ കാണുന്ന ഭാഗം ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിൻ്റ് ആണ് ഇവിടെ ഭിത്തിയിൽ നൽകിയിരിക്കുന്നത്. ഒരു സ്പോട്ട് ലൈറ്റ് നൽകിയിരിക്കുന്നു. ഒരു കൺസോൾ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വുഡനിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഗ്രൂസ് നൽകിയിട്ട് ആ ഒരു ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു ടെമ്പററി പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. അത് തന്നെ MS-ൻ്റെ റാഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് ലിവിംഗ് റൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ട് ഭാഗത്തുമാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിരിക്കുന്നത്. എൻ്റെ തൊട്ട് പുറകിലാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ആണ്. ഒരു സ്റ്റോറേജ് യൂണിറ്റ് അടിഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാള് മുഴുവനായിട്ട് ടെക്സ്ചർ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട സെയിം ടെക്സ്ചർ പാറ്റേൺ ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡബിൾ ഹൈറ്റും അതിൻ്റെ സീലിംഗ് പോർഷനുമാണ്. ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് സീലിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ തന്നെ വുഡൻ കിട്ടാൻ വേണ്ടിയിട്ട് വെനീറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ഈ ഒരു ലിവിങ് സ്പേസിൽ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടാണ് കോമൺ ഏരിയാസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിങ് സ്പേസ് കഴിഞ്ഞാൽ ഫോയർ സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്ന ഒരു ഡൈനിങ് ഹാളിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഹാള് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഇത്രയും സ്പേസ് ഈ ഒരു ഡൈനിങ് ഹാളിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്താണ് ഡൈനിങ് ടേബിൾ വരുന്നത്. ഇനിയിപ്പോൾ വീട്ടിൽ എത്ര ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാലും വീട്ടിലൊരു കൺജഷൻ ഫീൽ ചെയ്യാത്ത രീതിയിൽ ഈ വീട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വേണമെങ്കിൽ 2 ചെയർ അഡീഷണൽ നൽകിയിട്ട് 10 പേർക്ക് ഈ ഒരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാൻ സാധിക്കും. കൗണ്ടർ ടോപ്പായിട്ട് ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈൽ കൗണ്ടർ ടോപ്പാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മാർബിളിൻ്റെ ഫിനിഷൊക്കെയാണ് വരുന്നത്. ശരിക്കും ഇത് സെറാമിക് ബോഡിയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ സ്റ്റൈലിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് മുഴുവൻ ലൂവേഴ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ലൂവർ നൽകിയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് മുഴുവൻ സ്റ്റോറേജ് യൂണിറ്റ് ആട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നമുക്ക് അത്യാവശ്യം ഇൻവേർട്ടർ കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ പേപ്പർ, എങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളത് അതൊക്കെ സ്റ്റോർ ചെയ്യാൻ നല്ലൊരു സ്പേസ് ആയിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ഡൈനിങ് ടേബിൾ വരുന്ന ഭാഗവും ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തും മനോഹരമായിട്ടുള്ളൊരു സീലിംഗ് ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. ഹാങ്ങിങ് ലൈറ്റിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ട കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫാൻസി ഹാങ്ങിങ് ലൈറ്റാണ് ഈ ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഡൈനിങ് ടേബിളിനോട് ചേർന്നുള്ള വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനാണ് വാഷ് ബേസിൻ ഏരിയ ഒക്കെ നൽകിയിരിക്കുന്നത്. വുഡൻ പ്ലസ് ഒരു ടെക്സ്ചർ ലാമിനേഷൻ ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് വലിയൊരു മിറർ നൽകിയിരിക്കുന്നു. അതിന് വുഡൻ ബോർഡറാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിക്ടറയുടെ വലിയൊരു ബേസിൻ നൽകിയിരിക്കുന്നു. ആ ഒരു ബേസിൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. അത്യാവശ്യം നല്ല സൈസ് വരുന്ന ഒരു വാഷ് ബേസിൻ കൂടിയാണ്. ഈ ഭാഗം ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നാച്ചുറൽ ലൈറ്റ് വീടിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വീട് റൂഫ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഒരു ഹോള് വരുന്ന രീതിയിൽ ചെയ്ത് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫീലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സീലിങ്ങിൻ്റെ ഭാഗങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് സിമ്പിളായിട്ട് സീലിംഗ് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. എന്നാൽ തന്നെ നല്ല ഭംഗിയായിട്ട് അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ഭാഗത്ത് ഒരു നിസ്കാരമുറി, പ്രയർ റൂം നൽകിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഡോറ് നൽകിയിരിക്കുന്നത് UPVC ഡോർസാണ്. പലപ്പോഴും UPVC ഡോർസ് വൈറ്റ് കളറിലാണ് നമ്മൾ കാണാൻ സാധിക്കുക. ഇതൊരു വുഡൻ ഷെയ്ഡാണ്. UPVC നമുക്ക് 2 രീതിയിൽ കിട്ടും. ഇതേപോലെ വുഡൻ ഷെയ്ഡിലും കിട്ടും, വൈറ്റ് കളറിലും കിട്ടും. അപ്പം നമ്മൾ നിസ്കാരമുറിയിലേക്ക് വരികയാണെങ്കിൽ ഒരു മിനിമം നിസ്കാരമുറിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു. മുസല്ലയും കാര്യങ്ങളൊക്കെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. 2 വിൻഡോസ് വരുന്നുണ്ട് ആ ഭാഗത്ത്. അവിടെ കേർട്ടൻസ് റോമൻ ബ്ലൈൻഡാണ് കേർട്ടൻ നൽകിയിരിക്കുന്നത്. മുകളിൽ നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഗ്ലാസ് റൂഫിങ്ങും നൽകിയിട്ടുണ്ട്. ഫ്ലോറിങ്ങിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ നല്ല വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലോറിങ് ഈ വീട്ടിൽ പ്രത്യേകം നമുക്ക് എടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. ഇറ്റാലിയൻ മാർബിളാണ് ഈ ഫ്ലോറിങ്ങിൽ നൽകിയിരിക്കുന്നത്. അത് തന്നെ വളരെ മനോഹരമായിട്ട് വിരിച്ചിരിക്കുന്നു. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ തീമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഷെയ്ഡും നമുക്ക് ഫീൽ ചെയ്യുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമും അപ്സ്റ്റെയറിൽ 1 ബെഡ്റൂമും ആണുള്ളത്. അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം, എങ്ങനെയാണത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഉള്ളത്. അതിനു മുമ്പ് നമുക്ക് കിച്ചൺ എങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചണാണ്. ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. 2 കിച്ചണുണ്ട്. ഒരു ഫോർമൽ കിച്ചണും അതേപോലെ ഒരു വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർമൽ കിച്ചണിലാണ്. അതിൽ ഇതേപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിരിക്കും. ഇപ്പോൾ 4 പേർക്കൊക്കെ ഇരുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്.
കൗണ്ടർ ടോപ്പ് വൈറ്റ് കൗണ്ടർ ടോപ്പാണ് നൽകിയിരിക്കുന്നത്. ക്വാർട്സ് കൊണ്ടാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഭംഗിയിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഒരു വാഷ് ബേസിൻ ഏരിയ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സിങ്ക് ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഓവർ ഹെഡ് ക്യാബിനറ്റും നൽകിയിട്ടുണ്ട്. വർക്ക് ഏരിയ സ്പേസ് പുറത്താണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് ഏരിയ വീടിന് പുറത്തൊരു സെപ്പറേറ്റ് സ്പേസിൽ നൽകുന്ന രീതിയുണ്ട്. ആ രീതിയിലാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയ ആണ്. ആദ്യം തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടത് ഇതേപോലെ ഒരു ദിവാൻ കോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് വർക്ക് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ക്യാബിനറ്റുകളാണ് വർക്ക് ഏരിയക്ക് നൽകിയിരിക്കുന്നത്. കോഡ്സ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് സിങ്ക് വരുന്നത്. വുഡ് ആൻഡ് ഹോബ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഫ്രിഡ്ജ് വൈറ്റ് കളറിലുള്ള ഫ്രിഡ്ജാണ്. LG യുടെ സൈഡ് ബൈ സൈഡായിട്ട് 4 രീതിയിലും തുറക്കാൻ പറ്റുന്ന ഫ്രിഡ്ജാണ് നൽകിയിരിക്കുന്നത്. സോ ഇത്രയുമാണ് വർക്ക് ഏരിയയിലത്തെ ഡീറ്റെയിൽസ്. ഇവിടെ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. അതിൽ അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് വരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ വെച്ചിരിക്കുന്ന ഒരു സ്റ്റോർ റൂം ഏരിയ കേട്ടോ. നല്ല സ്പേസ് ഒക്കെ വരുന്ന, അത്യാവശ്യം ഓരോ കാര്യങ്ങൾക്കും ഓരോ ബക്കറ്റ്സൊക്കെ ഉള്ള സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോർ റൂം ഏരിയ ആണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ വേറൊരു സംഗതി ഉണ്ട് കേട്ടോ. നമ്മുടെ പഴയ തറവാട്ടിലൊക്കെ പോയാൽ നമ്മൾ കാണുന്ന ഒരു സിസ്റ്റമാണ്. അടുക്കളയോട് ചേർന്നിട്ട് നമുക്ക് ഒരു കുളിക്കാനുള്ളൊരു ഏരിയ ഉണ്ടാവും. അത് ഡയറക്റ്റ് കിണറ്റിൽ നിന്ന് കോരി കുളിക്കുന്ന ഒരു സെറ്റപ്പ്. അത് കുറച്ചുകൂടെ ഒരു മോഡേൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുകയാണ് ഈ വീട്ടിൽ. നല്ല ഭംഗിയിൽ ടൈലൊക്കെ ഇട്ട് ഒരു വലിയൊരു ബാത്റൂം ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കിണറാണ് ഇവിടുത്തെ. ഇവിടെ ബാക്ക് സൈഡിലൊരു കിണറുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നേരിട്ട് നമുക്ക് കോരി കുളിക്കാൻ പറ്റുന്ന രീതിയിലൊരു കയറും കപ്പിയൊക്കെ വെച്ചിരിക്കുന്നു. കിണറ്റിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം അലക്കുകല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് അലക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ പഴയ കാലത്തിൻ്റെ നന്മകളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമുകൾ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഈ ഭാഗത്താണ് മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഭാഗത്താണ്. നമുക്കൊന്ന് കാണാം. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. നേരെ കയറി വരുന്ന ഭാഗത്ത് തന്നെ വാർഡ്രോബ് നൽകിയിരിക്കുന്ന ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ബെഡ്റൂം സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്ത് ഭംഗിയായിട്ട് ഡെക്കോർ ചെയ്തിരിക്കുന്നത് നോക്കൂ. ഈ ഒരു വാളാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ ഭാഗത്ത് ഇതേപോലെയുള്ള ഗ്രൂസ്, ആക്ച്വലി ഇത് ഗ്രൂ അല്ല കേട്ടോ. നമുക്ക് തൊട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഇതൊരു ലാമിനേറ്റിൽ വരുന്ന പ്രിൻ്റാണ്. ഈ ലൈൻസ് ഒക്കെ പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ആ ഒരു വുഡും ഈ ലൈൻസും കൂടെ കോമ്പിനേഷൻ ആയിട്ട് നൽകുന്ന സമയത്ത് നല്ല എലഗൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു ഓഫ് വൈറ്റ് തീമിലാണ് ഈ ഒരു ബെഡ്റൂം മൊത്തം ചെയ്തിരിക്കുന്നത്. അതിൽ നൽകിയിരിക്കുന്ന റോമൻ ബ്ലൈൻഡ് ആണെങ്കിലും ഇവിടെ നൽകിയിരിക്കുന്ന ആ ഒരു ക്ലോത്തിൽ ചെയ്തിരിക്കുന്ന കർട്ടൻസ് ആയാലും ഒക്കെ ഒരേ പാറ്റേൺ കീപ്പ് ചെയ്യുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട്. ഇവിടെ വേറെയും വാർഡ്രോബുകൾ വരുന്നുണ്ട്. അവിടെ 2 ഡോറ് നമുക്ക് അവൈലബിൾ ആണ്. 2 ഡോറ് വാർഡ്രോബ് കൂടെ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ഫുൾ ലെങ്ത്തിൽ മിറർ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. ഒരു ഓഫ് വൈറ്റ് തീമിൽ ബെഡ്റൂം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു ബെഡ്റൂമിൻ്റെ പാറ്റേൺ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒരു സ്റ്റോറേജ് കൺസോളൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാളുണ്ട്. അതിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ വലിയ ഡെക്കറേഷൻ വർക്കുകൾ വാളിൽ കാണാനില്ലെങ്കിലും വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള വാൾ ഫ്രെയിമുകൾ വാളിൽ ഓരോ ഭാഗങ്ങളിൽ നൽകിയിട്ടുണ്ട്. അതുതന്നെ ആ ഒരു ഇൻറ്റീരിയർ തീമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ടെക്സ്റ്റേഴ്സാണ് വാൾ ഫ്രെയിമിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിവിടുത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. ഒരു മീഡിയം സൈസ് ബെഡ്റൂം നമുക്ക് പറയാം. 390 ഇവിടെ ലെങ്ത് വരുന്നത്. 360 വിഡ്ത്ത് വരുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ട് നൽകിയിട്ടുണ്ട്. 2 ഭാഗത്തും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. ബാക്കിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇതേപോലെയുള്ള ബോർഡറുകൾ വൈറ്റ് കളറിൽ കൊടുത്തിട്ട് ഒരു വെനീർ ഈ ഭാഗത്ത് നൽകിയിട്ട് ഒരു വുഡൻ ആംബിയൻസ് നൽകിക്കൊണ്ടാണ് ആ ഒരു ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ക്ലോത്ത് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് 2 ലെയറായിട്ട് നൽകിയിരിക്കുന്നു. അടിഭാഗത്ത് ഷിയർ കർട്ടനും മുകളിൽ ബ്ലാക്ക് ഔട്ട് കർട്ടനുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ സ്പേസ് സെപ്പറേറ്റ് ഈ ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഫുൾ ലെങ്തിലുള്ള ഒരു മിറർ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. 3ാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാ ഈ ഭാഗത്താണ്. അതൊരു മീഡിയം സൈസിൽ വരുന്ന ബെഡ്റൂമാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബെഡ്റൂം. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹെഡ് ബോർഡ് ഇതേപോലെ ഫുൾ കുഷൻ അപ്ഹോൾസ്റ്ററി ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ഒരു വാള് മുഴുവനായിട്ട് ഇതേ രീതിയിലുള്ള ചാർക്കോൾ പാനലുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇത്തരത്തിലുള്ള ഗ്രിഡുകൾ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയിൽ മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ടാണ് അവർ ഗ്രിഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. PU പെയിൻറ്റ് ചെയ്തിരിക്കുന്നു.
നൽകിയിരിക്കുന്നു അതിൻ്റെ ഒരു ഫിനിഷിങ് ആ ഗ്രിഡുകൾക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് നൽകിയിരിക്കുന്ന ക്ലോത്ത് കേർട്ടനാണ്. നല്ല രസമുള്ളൊരു ക്ലോത്താണ് അതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ക്ലോത്താണ്. ഈ ഭാഗത്ത് ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. ഈ റൂമിലെ വാർഡ്രോബ് സ്പേസ് ആക്ച്വലി ഭിത്തിക്കകത്തേക്കാണ് നൽകിയിരിക്കുന്നത്. പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ വാർഡ്രോബിനുള്ള സ്പേസ് അകത്തേക്ക് കുഴിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് ആ ഒരു വാളിൻ്റെ കറക്റ്റ് ലൈനിൽ ഡോറുകൾ നൽകിയിട്ടാണ് വാർഡ്രോബ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ റൂമിൻ്റെ സൗകര്യം നമുക്ക് നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടോ? നമ്മൾ മുമ്പ് ഈ സംഭവം കാണിച്ചിട്ടുള്ളതാണ്. അന്ന് ഏകദേശം 1 കോടിയിലധികം ആളുകൾ കണ്ടിരിക്കുന്ന ഒരു ഐഡിയ ആണിത്. ശരിക്കും ഇത് അയൺ ബോക്സ് ആണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ടേബിൾ നമുക്ക് ഇതേപോലെ ലിഫ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതേപോലെ ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ടേബിളായിട്ട് നിൽക്കും. നല്ല ഭംഗിയിൽ വെനീറൊക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ ഡൈനിങ് ഹാളിൽ കണ്ടിരിക്കുന്ന ആ ഒരു പാർട്ടീഷൻ്റെ സെയിം കളർ കോമ്പിനേഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഒരു ബെഡ്റൂം കൂടെ വീട്ടിൽ നൽകിയിട്ടുണ്ട്. അത് അപ്സ്റ്റെയറിലാണ്. സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ കാണാം. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ കോൺക്രീറ്റിലാണ് ഈ സ്റ്റെയർ കേസ് പണിതിരിക്കുന്നത്. ഇറ്റാലിയൻ മാർബിളാണ് മുഴുവനായിട്ട് സ്റ്റെയർ കേസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലാൻഡിങ്ങിൽ ഒരു നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു പ്ലാന്റ്. ഇവിടെ നൽകിയിരിക്കുന്ന സീലിങ്ങും അതിനോട് ചേർന്നിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റൊക്കെ നല്ലൊരു ആംബിയൻസ് ഈ ഒരു ഇൻറ്റീരിയറിന് നൽകുന്നുണ്ട്. സ്റ്റെയർ കേസ് കയറിയിട്ട് നമ്മൾ നേരെ കടന്നു വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല രീതിയിൽ ഇവിടെ ഡബിൾ ഹൈറ്റ് സ്പേസസ് നൽകിയിട്ടുണ്ട്. ഇതൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. ഇതും ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. ഇവിടുന്ന് നാച്ചുറൽ ലൈറ്റ് വീടിനകത്തേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ലിവിങ് റൂമിൻ്റെ ഭാഗത്തൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൃത്യമായിട്ട് കാണാം. ലിവിങ് ഏരിയയുടെ ഡിസൈൻ ഇവിടെ കാണാം. ലിവിങ്ങിൽ ഗസ്റ്റ് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അവരെയും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അപ്പർ ലിവിങ്. ഇവിടെ സോഫ സീറ്ററാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു റിക്ലൈനർ ചെയർ നൽകിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു റിക്ലൈനർ ചെയർ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ 2ാം നിലയിൽ ഒരു ബെഡ്റൂം മാത്രമേ നൽകിയിട്ടുള്ളൂ. അത് ഈ ഒരു ഭാഗത്താണ്. ബെഡ്റൂമിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. ഹെഡ് ബോർഡിലേക്ക് വരുന്ന സമയത്ത് റെക്സിനാണ് ഹെഡ് ബോർഡിൽ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇതേപോലെ പാനലിങ് നൽകിയിരിക്കുന്നു. അതിൽ ചാർക്കോൾ പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊരു ബോർഡർ വുഡൻ ബോർഡറായിട്ട് നൽകിയിരിക്കുന്നു. അപ്പുറത്തെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു കേർട്ടനാണ് നൽകിയിരിക്കുന്നത്. ക്ലോത്ത് കേർട്ടനാണ്. അതും 2 ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിൻ്റെ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ അമേസിങ് നമുക്ക് പറയാം. 3 ഡോറ് വരുന്ന വാർഡ്രോബാണ്. അതിൽ 3ാമത്തെ ഡോറ് ഒരു ടെക്സ്ചർ ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. മറ്റ് 2 ഡോറുകളും ഒരു ഗ്രേ ഫിനിഷും നൽകിയിരിക്കുന്നു. ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസ് ഉണ്ട്. ഈ ഭാഗത്ത് നല്ല രസമാണ്. ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ലാൻഡ്സ്കേപ്പ് വീടിന് നൽകിയത് കൊണ്ട് തന്നെ നമുക്ക് ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റം വിശാലമായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടെ നോക്കുക, ആ കിണറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റർ ബോക്സ് പോലെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം നല്ല ഭംഗിയിൽ നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അത് ഫീൽ ചെയ്യാൻ സാധിക്കും. മുറ്റത്ത് നല്ല മരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ദൂരെ മാവ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. മുറ്റത്ത് തന്നെ ഒരു ഊഞ്ഞാൽ സ്പേസ് നൽകിയിട്ടുണ്ട്. പേരക്ക മരം നൽകിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് മരങ്ങളെയും ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന ആളുകളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്ലാന്റർ ബോക്സ് ഇതാ ടെറസിൽ വരെ നൽകിയിട്ടുണ്ട്. ടെറസിൽ ഇതേപോലെ ചുറ്റും പ്ലാന്റുകൾ നൽകിയിരിക്കുകയാണ്. ഇവിടെ ഇതേപോലെ ഒരു ഗസീബോ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് 2 ചെയറൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം വെയിലില്ലാത്ത സമയത്ത് അവിടെ പോയി ഇരിക്കാനും സംസാരിക്കാനൊക്കെ നല്ലൊരു വൈബിൾ ഏരിയയാണ്. അവിടെ ടൈലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. സോ നമ്മൾ ഓൾമോസ്റ്റ് ഈ വീട് കണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ആർക്കിടെക്റ്റുകളുടെ കാര്യങ്ങൾ സംസാരിക്കാം. ഹണികോംബ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീട്ടിലെ പ്ലാനിങ്, ഡിസൈനിങ്, അതിൻ്റെ സൂപ്പർവിഷൻ, എക്സിക്യൂഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. അവരൊരു ആർക്കിടെക്ചറൽ കൺസൾട്ടൻസിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വീട് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ പ്ലാനിങ് സ്റ്റേജിലാണെങ്കിലും ഇൻറ്റീരിയർ സ്റ്റേജിലാണെങ്കിലും മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്യുന്ന സ്റ്റേജിലാണെങ്കിലും തുടങ്ങി നിങ്ങളുടെ വീടിൻ്റെ ഹൗസ് വാമിങ് വരെയുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെങ്കിൽ ബെസ്റ്റ് ആർക്കിടെക്ട്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഹണികോംബ് ആർക്കിടെക്ട്സിനെ സമീപിക്കാൻ സാധിക്കും. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകാം. അവരുടെ ഓഫീസിൻ്റെ ലൊക്കേഷൻ ഞാൻ അതിനോടൊപ്പം ആഡ് ചെയ്തേക്കാം. കോഴിക്കോട് പന്തിരങ്കാവിലാണ് അവരുടെ ഓഫീസ് ലൊക്കേഷൻ വരുന്നത്. ഹണികോംബ് ആർക്കിടെക്ട്സ് എന്ന് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രൊഫൈലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകാം. അതിൽ കയറി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന വർക്കുകൾ, അവരുടെ ഡിസൈൻസ്, അവരെത്രമാത്രം ഭംഗിയിലാണ് വീടുകൾ മനോഹരമാക്കി തരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിനെ വെച്ചിട്ടാണ് നിങ്ങൾ വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ മനോഹരമായിട്ടുള്ള വീടിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. സോ ഈ വീടിൻ്റെ ഹൗസ് ഓണേഴ്സ് ആയിട്ടുള്ള മജീദ് കയും ഫാമിലിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. മജീദ് ക, നമസ്കാരം. നമസ്കാരം. ഇപ്പം വീട് വെച്ചിട്ട് ഇപ്പോൾ എത്ര സമയമായി പുതിയൊരു വീട്ടിലേക്ക് വന്നിട്ട്? ഇന്നിപ്പോൾ ഓൾറെഡി ജനുവരി 1, അതായത് ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു വീട്. അതാകുമ്പോൾ രണ്ടും ആഘോഷിക്കാം. ദിവസം എന്ന് ഓർമ്മിക്കാനുള്ള ഒരു ദിവസം കൂടിയായി. അപ്പോൾ ആ നിലക്ക് ജനുവരി 1 തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തത്. അപ്പോൾ ഇതിന് മുമ്പ് ഇവിടെ വീടായിരുന്നതല്ല, ഇതൊരു പ്ലോട്ടായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു? അതെ അതെ, ഇത് ഓൾറെഡി മുമ്പൊരു വീട് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ താമസിക്കാതെ തന്നെ, ഞങ്ങൾ ഗൾഫിൽ പോയതുകൊണ്ട് താമസിക്കാതെ തന്നെ അത് പിന്നെ പൊളിച്ചു മാറ്റി. പിന്നെ ഒരു പുതിയ വീട്ടിലേക്ക് മാറി. അങ്ങനെ ഉള്ളൊരു സ്ഥലം, സ്പേസ് ആദ്യമുള്ള സ്ഥലം തന്നെ. വീട് പൂർണ്ണമായിട്ട് ഞങ്ങൾ കണ്ടു. നല്ല ഭംഗിയായിട്ട് തന്നെ, ഓവർ ഇന്റീരിയർ വർക്കുകളൊക്കെ പൊള്ളിച്ചിട്ടില്ലെങ്കിലും വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ആർക്കിടെക്റ്റുകളുടെ ഇൻവോൾവ്മെന്റ് നമുക്ക് അതിൽ അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും. ഹണി കോംബ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം എങ്ങനെയാണ് അവരെ പരിചയപ്പെടുന്നത്? നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു എഞ്ചിനീയറായിട്ട് നമ്മൾ ഓൾറെഡി ലിങ്ക് ആയിക്കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും പിന്നെ അപ്രതീക്ഷിതമായിട്ട് അവനായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയും മാത്രമല്ല, ഇവിടെ നമ്മളെ വൈഫിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ അവളെ മകൻ തന്നെ, ജ്യേഷ്ഠത്തിയുടെ മകനാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ വീണ്ടും ഞങ്ങൾ മാറി അവനെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അക്കാര്യത്തിൽ വളരെ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് അവനെ ഏൽപ്പിച്ചത് കൊണ്ട് അത് അതിനനുസരിച്ച് അവൻ ഞങ്ങളോട് ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അവൻ. അപ്പോൾ വളരെ ഹാപ്പി തന്നെയാണ് അയാൾ. ഇപ്പോൾ വീടും പരിസരമൊക്കെ കണ്ടാൽ മനസ്സിലാവും മരങ്ങളും ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതാണ് തൊട്ടടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വീട്ടിലെ പല പല കാര്യങ്ങൾ, ഈ ഒരുവിധം എല്ലാ ഫ്രൂട്ടുകളും വീടിന് ചുറ്റും ഉണ്ട് കേട്ടോ. നമ്മളൊരു വ്ളോഗ്, ആ ടൈപ്പ് വ്ളോഗ് അല്ലാത്തതുകൊണ്ട് അത് മുഴുവൻ ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നാൽ തന്നെ വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാലും പ്ലാന്റുകൾ ഒരുപാടുണ്ട്. ചെടികളോടൊക്കെ ആദ്യം മുതലേ ഇഷ്ടമുള്ള ഒരാളാണ്. ആദ്യം മുതലേ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപ്പയും നല്ലൊരു കൃഷിക്കാരൻ തന്നെയായിരുന്നു. അല്ലേ, കൃഷിക്ക് അന്നത്തെ കാലത്ത് അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ അതായത് ഇതുണ്ടല്ലോ, പിന്നെ തെങ്ങ്, അത് പിന്നെ ബ്ലോക്കിലേക്ക് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ കൊടുക്കുന്നതിന് അത്രയും നല്ല തേങ്ങയാണ് വീട്ടിൽ. അപ്പം നെല്ലിയാട്ട് കുട്ടിയാലേജ്. അപ്പോൾ ആ ഒരു ഇത് എൻ്റെ രക്തത്തിൽ കൂടിയോ ഓടുന്നുണ്ടല്ലോ. അതെ, അത് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതെ അതെ. ഇവിടെ കിണറിന്റെ ചുറ്റും നൽകിയിരിക്കുന്ന പ്ലാന്റർ ബോക്സ് ആണെങ്കിലും വീടിന്റെ അത് പഴയ അതിന്റെ പല ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ കിണർ അത് മുന്നിൽ അവിടെ തന്നെ വെച്ച്, അത് അന്ന് മൂപ്പര് വാർത്ത ആ ബീമൊക്കെ അന്ന് അതിന്റെ മുകളിൽ ആ സിറ്റിംഗ് ആക്കിയത്. അതുകൊണ്ട് ചെറുപ്പത്തിലെ ആ ഒരു നിലക്കാണ്. പിന്നെ ഖത്തറിൽ പോയതിനു ശേഷം ഖത്തറിൽ അവിടെയും കൃഷിയെല്ലാം വളരെ ചെയ്ത് മാധ്യമത്തിൽ അറിയപ്പെടുന്ന തന്നെ മുന്തിരിത്താത്താന്ന്. മുന്തിരി കൃഷി ചെയ്തിട്ട് വളരെ സക്സസ് ആയിട്ട് അടുക്കളത്തോട്ടത്തില് മീഡിയയിലൊക്കെ നല്ലോണം ഇതായി കഴിഞ്ഞു. നമ്മൾ എവിടെ പോയാലും കൃഷിയെ നമ്മൾ അതേ അവിടുത്തെ ഇവര് വിശേഷിപ്പിച്ചെന്ന് വെച്ചാൽ പിന്നെ കേരളം, അതായത് കേരളത്തനിമ ഗൾഫിൽ ഖത്തറിലും നിലനിർത്തിയെന്നില്ല. തെങ്ങ്, മാവ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും, മുന്തിരിയാണ് മെയിനായിട്ട്. അങ്ങനെയാണ് പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അടുക്കളത്തോട്ടം. അതിൽ അടുക്കളത്തോട്ടത്തിലെ മുന്തിരി താത്ത വിളിക്കുക. അവരെല്ലാവരും ഈ വീട്ടിലും അതേ മുന്തിരി ഞാൻ ആ കമ്പ് കൊണ്ടുവന്നിട്ടാണ് നിങ്ങളിപ്പം ഫ്രണ്ടിൽ കണ്ട ഇതിൽ പടർത്തിയത്. അവിടുന്ന് ഖത്തറിന്ന് കൊമ്പ് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് തൈകളൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ട് ജനുവരി 1-ാം തീയതി പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകം അതിന് 2025 മുന്തിരി തൈകൾ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അതെല്ലാം വിതരണം മീഡിയയിലൊക്കെ വളരെ പബ്ലിസിറ്റി. അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ട, എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം കൂടാണ്. 2025 തൈകൾ എന്നൊക്കെ പറയുമ്പോൾ 2025 വീടുകളിലേക്കാണ്. പലരും ഇപ്പം ഞങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് തൈ പന്തലിലെത്തിയിട്ടുണ്ട്. നല്ല സന്തോഷമുണ്ട്. 2025 തൈ ഞങ്ങൾക്ക് എവിടെയെങ്കിലും വളർന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് അത് വളരെ സക്സസ് ആയി മാനസികമായിട്ട്. അപ്പൊ അതിനൊരു വലിയ കാര്യമാണ്. പിന്നെ നമ്മൾ ആർക്കിടെക്റ്റിന്റെ കാര്യം തന്നെ പ്രത്യേകിച്ച് പറയാണ്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് ചെയ്യുന്നതും കൂടി കാര്യത്തിൽ വളരെ ഞങ്ങൾ വളരെ
സക്സസ് ആണ്. ഞാൻ പ്രതീക്ഷ മാതിരിയല്ല. ഞങ്ങൾക്ക് ആദ്യം കുറച്ച് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു സാധാരണ എങ്ങനെ വരുമെന്നുള്ള. പക്ഷേ അവൻ്റെ ഒരു ബിരുദം കൊണ്ട് തന്നെ ആയിരിക്കണം അവസാനമായിട്ട് വളരെ സക്സസ് വന്നവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞ് എല്ലാവർക്കും വളരെ ഒരുപാട് ആൾക്കാർ നമ്പർ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ. പിന്നെ നമ്പറുകളൊക്കെ എത്രയോ വാങ്ങി ഇപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളോട് വീട്ടിൽ എല്ലാവരും ആരാ ഇത് കാണുമ്പം തന്നെ ചോദിക്കുന്നത് ഇതാരാണ് ഈ വർക്ക് ചെയ്തതെന്നുള്ളത്, ചെയ്യിച്ചതെന്നുള്ള ആ ഒരു ചോദ്യമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ മോൻ തന്നെ, അതായത് എൻ്റെ മോൻ്റെ സ്ഥാനത്ത് തന്നെ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോന്, ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ കുഞ്ഞിലേ മുതൽ എടുത്ത് വളർത്തിയ ഒരു മകനായിരിക്കും അല്ലേ? അതെ. അവര് ഇത് മോന് ലാസ്റ്റ് വരെ അത് കൂടെ നിന്ന് ചെയ്ത്. സ്വന്തം വീട് പോലെ അതെ അതെ. ഞാനൊന്നും പറയില്ല, ഞാനൊരു അഭിപ്രായം ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ മൂപ്പര് എൻ്റെ ആ ഒരു ഇതിൽ ലാസ്റ്റ് വന്നപ്പോൾ ഫൈനലായപ്പോൾ ശരിക്കും അതേപോലെ തന്നെ. പേര് പറഞ്ഞിട്ടില്ല, പേര് അറിയില്ല. ഫൈനല് ഒപ്പം തന്നെ ഡെവിൻ എന്ന് പറഞ്ഞ ആളുകൂടി ഉണ്ട്. രണ്ടുപേരും രണ്ടുപേരെയും കൂടി ഒരു കൂട്ടായ്മയാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഒരു ഇത്. ഇവര് ചെയ്ത വീട് മുന്നേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പോയി കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ അവരുടെ രണ്ടാമത്തെ വീടാണ്, ഞങ്ങൾ വന്ന് കണ്ട് പ്രേക്ഷകരെ പരിചയപ്പെടില്ല. എന്തായാലും ചെയ്യുന്നത് പഠിക്കുകയാണോ? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയുള്ളൂ. ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നതാ വെക്കേഷൻ. ഒരു മകനാണോ? ഒറ്റ മകൻ. ഖത്തറിൽ തന്നെയാണ് ഞങ്ങൾ ഓൾമോസ്റ്റ് ഇതുവരെ. ആദ്യമായിട്ടാണ് ലാൻഡ് ആകുന്നത് ഇപ്പൊ നാട്ടിൽ. അത് ശരി. ഏതായാലും വീട്ടിൽ തന്നെ ഇങ്ങനെ കഴിഞ്ഞു കൂട്ടണമെന്നാണ്. എന്തായാലും പുതിയ വീട്ടിൽ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കട്ടെ. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു.